പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നാളെ പകലാണ്. ഇന്ന് ഇശാ നിസ്കാരത്തിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു നീയത്തിൽ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശമുള്ളത് അത് അള്ളാഹു നിർവഹിച്ചു തരും. 70,000 ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഖത്തും തീർത്ത, ഒരു പ്രാവശ്യമല്ല, 2 അല്ല, 3 അല്ല, 10 പ്രാവശ്യം ഖുർആൻ മുഴുവനും ഓതിയവന് കിട്ടുന്നത് പോലത്തെ ഒരു പ്രതിഫലം ഇന്ന് ഇശാക്ക് മുമ്പ് ഈ ഒരു സൂറത്ത് ഓതുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. തീർന്നോ? ഇല്ല. അവൻ്റെ 8 ലക്ഷം പാപങ്ങൾ അള്ളാഹു താല മായ്ച്ചു കളയുന്നതാണ്. അവൻ്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുന്നതാണ്. നിരവധി നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇശാഇന് മുമ്പ് ഒരു പ്രാവശ്യം ഓതിയാൽ കിട്ടുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത്? ആ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു തആല ഈ സൂറത്ത് നിത്യമായി ഓതുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന നിരവധി പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഹലാലായ മുറാദുകളുണ്ട്. എല്ലാം അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നിരവധി പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറിടം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ ദുൽഖഅദ മാസത്തിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാടുകളിൽ നിന്നും പ്രൈവറ്റ് ആയി ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവരൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു എന്ന് പറയാം. ഇനിയുമുണ്ട് പോവാൻ. വരുന്ന 1-ാം തീയതിയൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ 26-ാം തീയതി മുതൽ നമ്മുടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്ന ആദ്യത്തെ സംഘം പുറപ്പെടുന്നത് 26-ാം തീയതിയാണ്. അപ്പൊ അങ്ങനെ ഹാജിമാരൊക്കെ ഹജ്ജിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ അവരിങ്ങനെ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരിട്ട് മദീനയിൽ ചെല്ലുന്ന ആളുകളുണ്ട്. മക്കയിൽ ചെന്ന് ഒരു ഉംറ ചെയ്തിട്ട് വീണ്ടും മദീനയിൽ പോയി അവിടെ മദീനയിൽ ഒരുപാട് ദിവസം താമസിച്ച് വീണ്ടും ഹജ്ജിൻ്റെ കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് വരുന്നു. അങ്ങനെ പല രൂപത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലും അവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അല്ലാഹു തആല നമുക്കും ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ മഖബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഈ വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്യുന്നുണ്ടോ ഏകദേശം 25 ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹറം മന്ത്രാലയമൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും എല്ലാ കർമ്മങ്ങളും പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം തന്നെ ഹാജിമാരെല്ലാവരും ഹജ്ജിനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അൽഹംദുലില്ലാ ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുകയാണ്. നമ്മുടെ പള്ളികളിലും നമ്മുടെ നാടുകളിലൊക്കെ ഉളഹിയ്യത്ത് മൃഗങ്ങളെ വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ പോകുന്നു. അതിൻ്റെ ഷെയർ ചേരുന്നു. ഒരു 7,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ 9,000 ഒക്കെ ആയിരിക്കും ഷെയർ വരിക. അപ്പോൾ അതൊക്കെ കൊടുത്ത ആളുകൾ ഷെയർ ചേരുന്നു, പള്ളികളിൽ ഷെയർ ചേർന്ന് അറുക്കുന്നു. അതുപോലെ തന്നെ വീടുകളിൽ, കുടുംബങ്ങളിൽ ആ ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയ പുണ്യമായ കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുണ്ട് ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് ഉളഹിയ്യത്തിന്റെ മസ്അലകൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ പല ആളുകൾക്കും സംശയമുണ്ട്, ഉസ്താദെ ഞങ്ങൾ സ്ത്രീകൾക്ക് ഈ ഉളഹിയ്യത്ത് അറക്കാൻ പറ്റുമോ, സ്ത്രീകൾക്ക് ഷെയർ ചേരാൻ പറ്റുമോ, അതുപോലെ തന്നെ ഈ അക്കീക്ക ഞാൻ അറുത്തിട്ടില്ല, എൻ്റെ മകനിക്ക് വേണ്ടി അറുത്തിട്ടില്ല, അപ്പോൾ ഈ അക്കീക്ക അറുക്കുമ്പോൾ ഉളഹിയ്യത്തിൻ്റെ കൂടെ ചേരാമോ, 7 പേരിൽ അധികമായി 8 9 പേർക്ക് ചേരാം. അങ്ങനെ നിരവധി സംശയങ്ങൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടെന്ന് അറിയാം. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച തന്നെ നമുക്ക് എല്ലാ സംശയവും തീർത്തിട്ടുള്ള ഒരു വിശദമായ ക്ലാസ് ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അല്ലാഹു തആല അത് പറയുവാനും നമുക്ക് കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ട് പറയട്ടെ, നബിതങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനെ അവനിക്ക് ഉളഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ട്, ഒരാൾക്ക് ഉളഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ട്,
എന്നിട്ടോ വലം യുലഹി, അവൻ ഉലഹിയത്ത് അറുത്തില്ല. അതായത് ഒരു ഷെയർ ചേരാൻ 7000 രൂപയോ 8000 രൂപയോ 9000 രൂപയോ ഉലഹിയത്തിന്റെ ഒരു ഷെയർ ചേരാനുള്ള പൈസ അവന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവൻ മനഃപൂർവ്വം വേറെ ആരെങ്കിലും അറുത്തോളും, ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അറുത്തതല്ലേ, ഇനി എന്തിനാ ഈ പ്രാവശ്യം അറുക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് അതിനെ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ ഫലാ യഖ്റബന്ന മുസല്ലാന എന്നാണ്, അവൻ ആ പെരുന്നാൾ ദിവസം നിസ്കരിക്കാൻ വേണ്ടി വരണ്ടെന്ന് ഔഖമാഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെങ്കിലും പറഞ്ഞത്, അവൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരണ്ടെന്നാണ്. അത്രമാത്രം ഗൗരവത്തിലാണ് ഈ ഉലഹിയത്തിന്റെ വിഷയം പറഞ്ഞത്. അതുകൊണ്ട് ഉലഹിയത്തുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന സമയത്ത് പറയാം. ഇന്ന് പരിപാവനമായ ദുൽഖഅദ മാസത്തിന്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ പകലാൻ. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം ബലിപെരുന്നാൾ വരുന്നു. അതുപോലെ തന്നെ ഹാജിമാരൊക്കെ വലിയ ആഹ്ലാദത്തിലും വലിയ തരത്തിലുള്ള എന്താ പറയുക വലിയ വിഷമമുണ്ട് ആളുകൾക്ക്. പല ആളുകളും ഹജ്ജിന് പോകുമ്പോൾ ഉസ്താദ് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് അറബി അറിയില്ല, ഞങ്ങൾക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെ ഒരുപാട് വിഷമിച്ചു പോയ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആരും വിഷമിക്കേണ്ട, ആരും സങ്കടപ്പെട്ടു പോവണ്ട. അവർക്കൊക്കെ ചെയ്യാനുള്ള അമലുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം ഉണ്ടാകും. ഏതൊക്കെ അമലുകൾ എവിടെയൊക്കെ ചെയ്യണമെന്നുള്ള ഒരു അള്ളാഹിൻ്റെ ഒരു സഹായം എല്ലാ ഹാജിമാർക്കും ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ, ആമീൻ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. നമുക്ക് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം ശ്രേഷ്ഠതയൊക്കെ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പരിപാവനമായ വെള്ളിയാഴ്ച രാവ് ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ആ രാവിലെ ഒരുപാട് സൽക്കർമ്മം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇനി അതിശ്രേഷ്ഠമായ ദുൽഹിജ്ജ മാസം വരികയാണ്. അപ്പോൾ ആ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് സ്വീകരിക്കണം. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയണം. ഇന്ന് ഇശാ നമസ്കാരത്തിന് മുമ്പ് ഇനി പറയാൻ പോകുന്ന ആ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എത്രമാത്രം പ്രതിഫലങ്ങളാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരാൾ ഈ ഒരു നീയത്തിൽ പരിശുദ്ധമായ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് 8 ലക്ഷം പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഇത് മതിയല്ലോ. ഈ സൂറത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയാൻ ഈ ഒരൊറ്റ ഹദീസ് തന്നെ മതി. 8 ലക്ഷം പാപങ്ങൾ പൊറുക്കപ്പെടും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരാൾ ഒരു സൂറത്ത് ഇനി പറയാൻ പോകുന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല, ഏത് രാത്രിയാണോ അവൻ ഓതുന്നത്, അതായത് ഇന്നത്തെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഉമ്മ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഉപ്പ, നിങ്ങൾ ഈ ഒരു നിയത്തിൽ, അതായത് അല്ലാഹുവേ എൻ്റെ കഴിഞ്ഞു പോയതും എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഏതെങ്കിലും ഒരാൾ ഈ നീയത്തോടെ ഈ ഒരു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല, അല്ലാഹു അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. ആ കഴിഞ്ഞു പോയതെന്ന് പറഞ്ഞാൽ അവൻ കഴിഞ്ഞുപോയ ദിവസങ്ങളിലും വർഷങ്ങളിലൊക്കെ 100 പാപമാണോ, 1000 ആണോ, 10000 ആണോ, 1 ലക്ഷമോ, 2 ലക്ഷമോ, 10 ലക്ഷമോ, 8 ലക്ഷമോ, എത്രയാണോ അവൻ തെറ്റ് ചെയ്തിട്ടുള്ളത് അത് മുഴുവനും അല്ലാഹു തആല പുറത്തു തരും. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ ഫളീലത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹാനായ ഇമാം സ്വാവി തങ്ങൾ അവിടുത്തെ ഹാഷിയിൽ കൊണ്ടുവന്ന ഒരു ഹദീസാണ്, മൻ ഖറഅഹാ സ്വബാഹൻ, ഈ ഒരു സൂറത്ത് ഒരാൾ രാവിലെ ഓതിയാൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ, അവൻ വൈകുന്നേരമാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സന്തോഷത്തിലായിരിക്കും. അതുപോലെ തന്നെ മൻ ഖറഅഹാ മസാഅൻ, ഒരാൾ വൈകിട്ട് സമയത്തോതിയാൽ, അതായത് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഓതിയാൽ അവൻ മഗ്‌രിബിന്റെ സമയം വരെ അള്ളാഹു അവന്റെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കും. ഇനി മഗ്‌രിബ് കഴിഞ്ഞോതിയാൽ അവന് സുബ്ഹി നമസ്കാരത്തിന്റെ സുബ്ഹിയുടെ സമയം വരെ അവനിക്ക് അള്ളാഹു തആല വലിയ സന്തോഷം കൊടുക്കും. ഏത് നിയ്യത്തിൽ ഓതണം? അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം തരണേ എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഓതണം. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? നമ്മൾ എല്ലാവരും ഓതുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ. അയ്യേ, യാസീൻ സൂറത്താണോ? എന്തേ? ഇതിന്റെ ശ്രേഷ്ഠത നമ്മൾ എത്രമാത്രം പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ഇതിന്റെ ശ്രേഷ്ഠത തീരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഈ സൂറത്ത് യാസീൻ ഓതുകയാണ്, തദ്ഫഉ അൻ സ്വാഹിബിഹാ കുല്ല സൂ, എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ഇത് ഓതുന്ന മനുഷ്യനെ ഈ സൂറത്ത് തടയുന്നതാണ്. പിന്നെയോ തഖ്ദീലഹു കുല്ല ഹാജ, ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, 70,000 ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1,00,000 ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ 1,00,000 ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരും. എങ്ങനെ ഓതണം? അള്ളാഹുവേ എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്,
എനിക്ക് ഹജ്ജിന് പോകണം, എനിക്ക് ഉംറക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ പാസ്സാവണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എനിക്ക് അത് കിട്ടണം, എൻ്റെ വീടിൻ്റെ കാര്യം, ഇതൊക്കെ എന്താണോ നമ്മുടെ മനസ്സിൽ മുറാദുള്ളത്, ആവശ്യമുള്ളത്, അത് മനസ്സിൽ കരുതിയിട്ട് സൂറത്ത് യാസീൻ ഓതി നോക്കിക്കേ. ഇന്ന് ഇശാക്ക് മുമ്പ് നിങ്ങൾ ഇതൊന്ന് ഓതി നോക്കിയേ, ഒരു പ്രാവശ്യം ഓതിയേ, നിങ്ങളുടെ മനസ്സിലുള്ള തഖ്ദീലഹു കുല്ല ഹാജ, എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും, വീട് പണിയുണ്ട്, മകളുടെ കല്യാണം, അതുപോലെ തന്നെ വാഹനത്തിന്റെ കാര്യം, മക്കളുടെ കാര്യം, മക്കളില്ലാതെ വിഷമിക്കുന്നു, അപ്പൊ എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം മനസ്സിൽ കണ്ടിത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധത്തിലുള്ള ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കിട്ടും. പിന്നെയോ വീണ്ടും പറയുകയാണ്, ബിശുറുബത്തിൻ മിനൽ ജന്നതി ഫയശ്രിബുഹാ വഹുവ അലാ ഫിറാശ്. ഒരാളിങ്ങനെ മരിക്കാൻ കിടക്കുകയാ, അപ്പൊ അവന്റെ അരികിൽ വെച്ച് സൂറത്ത് യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? അള്ളാഹു അവനിക്ക് നൽകുന്നത് ഈ സൂറത്ത് യാസീനിന്റെ ബറക്കത്ത് കൊണ്ട് ആ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് അള്ളാഹു തആല സ്വർഗത്തിന്റെ പാനീയം കൊടുക്കുന്നതാണ്. അതുപോലെ സ്വർഗത്തിന്റെ വിരിപ്പ് അള്ളാഹു തആല പുതപ്പ് പടച്ചവൻ കൊടുക്കുന്നതാണ്. വീണ്ടും പറയുന്നു, സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതുകയാണ് എവിടെ? മൻ ദഖലൽ മഖ്ബറ, ഒരാള് ഖബർസ്ഥാനിലേക്ക്, മഖ്ബറയിലേക്ക് പ്രവേശിച്ചു, ഉമ്മ മരണപ്പെട്ടു, വാപ്പ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, അതിന്റെ ആ ഖബറിന്റെ അരികിലേക്ക് ചെന്നിട്ട് ഫഖറഅ സൂറത്ത് യാസീൻ, അവൻ സൂറത്ത് യാസീൻ ഓതി കഴിഞ്ഞാൽ ഖുഫിഫൽ അദാബു അൻ അഹ്ലിഹാ, ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ തൊട്ട് ആ പാപങ്ങൾ എന്തെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ അദാബുകൾ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം മായ്ച്ചു കളഞ്ഞ് അതെല്ലാം ഇല്ലാതാക്കി ആ ഖബർ പ്രകാശപൂരിതമായി കിട്ടും. എങ്ങനെ? ഈ സൂറത്ത് യാസീൻ ഓതിയാൽ. അതുപോലെ സിഹറുണ്ട്, കണ്ണേറുണ്ട്, തടസ്സങ്ങളുണ്ട്, ശൈത്താന്റെ ഷർറുണ്ട്, ഒരു ബർക്കത്തില്ലായ്മ. ഇന്ന് ഇശാക്ക് മുമ്പ് നിങ്ങൾ ഓതി നോക്ക്. എന്ത് ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിൽ കണ്ടത്, ആ ഉദ്ദേശം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ യാസീൻ ഓതണം. ഇപ്പൊ വീട് പണി നടക്കുന്നു, വീട് പണി പടച്ചോനെ എളുപ്പത്തിലാക്കി തരണേ അല്ലാ, ഞാൻ ഇതാ യാസീൻ ഓതുകയാണ്. അല്ലെങ്കിൽ മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല, അള്ളാഹുവെ എല്ലാം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓതുക. അള്ളാഹുവെ കടയിൽ ഒരു കച്ചവടമില്ല, ബർക്കത്തില്ല, ആ കടയിൽ എല്ലാവിധ ഖൈറുണ്ടാവാൻ ഞാൻ എന്താ ഒരു യാസീനോ. അപ്പൊ എന്താണോ നമ്മുടെ മനസ്സിൽ ഉദ്ദേശമുള്ളത്, ആ ഉദ്ദേശം മനസ്സിൽ കൊണ്ടുവന്നിട്ട് സൂറത്ത് യാസീൻ ഓതണം. അള്ളാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. സൂറത്ത് യാസീനിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത എത്രമാത്രമുണ്ട് നമുക്ക് പറഞ്ഞാൽ തീരില്ല, അല്ലെ? വിശക്കുന്നവന്റെ ഭക്ഷണമാണ് സൂറത്ത് യാസീൻ. റിസ്ക് വിശാലമായി കിട്ടും, അല്ലെ? നല്ല ഭക്ഷണം കിട്ടാൻ, നല്ല വെള്ളം കിട്ടാൻ, നല്ല വസ്ത്രം കിട്ടാൻ, നല്ല മക്കളെ കിട്ടാൻ, എല്ലാത്തിനും പറ്റിയതാണ്. റിസ്ക് വിശാലമാവാൻ സൂറത്ത് യാസീൻ. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് ഈ കുഴൽ കിണർ ഞങ്ങൾ അടിക്കുന്നുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം കിട്ടാൻ ഉസ്താദ് ദ്വാരക്കണേ എന്ന് പറയാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ ആ ഒരു നിയ്യത്ത്, അള്ളാഹുവെ കിണർ കുഴിക്കുന്നുണ്ട്, അപ്പൊ നല്ല ഖൈറായ വെള്ളം ഞങ്ങൾക്ക് തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് സൂറത്ത് യാസീൻ ഓതാൻ പറയാറുണ്ട്. അങ്ങനെ സൂറത്ത് യാസീൻ ഓതുന്ന ആളുകളുണ്ട്, അവർക്ക് നല്ല വെള്ളം കിട്ടാറുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ചെറിയ മക്കളുടെ പേടി, അവർക്ക് പറ്റുന്ന ചില രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ ഉറക്കത്തിന് നെട്ടി എഴുന്നേൽക്കുക, ഇങ്ങനെയുള്ള പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് രക്ഷ കിട്ടാൻ സൂറത്ത് യാസീൻ നമുക്ക് മതി. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സുഖേട് വന്നു, ഒരു അസുഖം വന്നു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഒരു തളർച്ച വന്നു, എന്തെങ്കിലും ഒരു രോഗം വന്നു, നമ്മൾ എന്ത് ചെയ്യുക? ആ മകന്റെ അടുത്ത് അല്ലെങ്കിൽ മകളുടെ അടുക്കൽ, അല്ലെങ്കിൽ ആ രോഗി ആരാണോ ആ രോഗിയുടെ അടുക്കൽ ഇരുന്നിട്ട് സൂറത്ത് യാസീൻ ഓതുക. സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് ആ മുബീന്റെ അവിടെ എത്തുമ്പോൾ ആ രോഗിയെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കണം. അപ്പൊ എന്താകും? നമുക്ക് ഈ സൂറത്ത് യാസീനിന്റെ ബർക്കത്ത് കൊണ്ട് ആ രോഗിക്ക് പരിപൂർണമായ ശിഫ കിട്ടും. ദൈൻ, കടങ്ങൾ മാറാൻ സൂറത്ത് യാസീൻ ബെസ്റ്റാണ്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ 3 സൂറത്ത് യാസീൻ തുടർച്ചയായി ഓതണം. റൂഹുൽ ബയാൻ എന്ന കിതാബിൽ കാണാം, 3 സൂറത്ത് യാസീൻ തുടർച്ചയായി ഓതണം. അള്ളാഹുവേ എൻ്റെ കടങ്ങൾ മാറ്റിത്തരണം, ഈ കടങ്ങൾ മാറാനുള്ള എളുപ്പവഴി എനിക്ക് തുറന്നു തരണം, അതുപോലെ തന്നെ കടക്കാരുടെ ഷർറിനെ തൊട്ട് നീ എന്നെ കാക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് 3 സൂറത്ത് യാസീൻ ഓതി ദുആ ചെയ്താൽ കടങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും. കടങ്ങൾ വീട്ടാനുള്ള വഴി അല്ലാഹു നമുക്ക് തുറന്നു തരുന്നതാണ്. പിന്നെയോ മൻ ഖറഅ സൂറത്ത് യാസീൻ, ഒരാൾ സൂറത്ത് യാസീൻ ഓതി കതബല്ലാഹു ലഹു ഖിറാഅത്തുൽ ഖുർആനി 10 മറ, യാ അല്ലാഹ്, അതായത് 10 പ്രാവശ്യം ഖത്തം തീർത്ത പ്രതിഫലമാണ് സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതിയാൽ. എന്താ പ്രതിഫലം? 10 പ്രാവശ്യം ഖത്തുമുൽ ഖുർആൻ, ഖുർആൻ മുഴുവനും ഓതിയവനെ പോലെയുള്ള ഒരു പ്രതിഫലം അല്ലാഹു തആല ആർക്ക് കൊടുക്കും? ഈ സൂറത്ത് യാസീൻ ഓതിയ ആൾക്ക് കൊടുക്കുമെന്നാണ്. നിരവധി പ്രതിഫലമല്ലേ? ഇന്ന് ഇശായിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ എന്താണോ മനസ്സിൽ ഒരു നിയ്യത്തുള്ളത്, ആ നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഇത് ഓതുക. അല്ലാഹു തആല തൗഫീഖ്
തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല എല്ലാവിധ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നമ്മുടെ ജീവിതത്തിൽ നിത്യമായി തന്നനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോയ ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവരുടെ എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തെല്ലാം അല്ലാഹു മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കട്ടെ. നമുക്കുമൊക്കെ താമസിയാതെ ഹജ്ജ് ചെയ്യാൻ, ആ മദീന കാണാൻ, മുത്ത് റസൂലിനോട് സലാം പറയാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും വിധി നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.